എന്താടാ നെറ്റിയില്? ഒരു കല്ലടിച്ചു കൊണ്ടതാ. പക്ഷെ കണ്ടാത്തൊന്നും കുപ്പിയുണ്ടുള്ള അടി പറ്റിയതാണ്. അതും പെണ്ണുങ്ങളെ ചെയ്യുന്നു. ഞാൻ അറിഞ്ഞു കാര്യങ്ങളല്ല. നാണം ഉണ്ടോടാ നിനക്ക് ആണാണെന്ന് പറഞ്ഞ് നടക്കാൻ? ആണുങ്ങളായതൊക്കെ പതിവാ. ഏത് ഇതോ? എടാ, ഒരു പെണ്ണിന്റെ മേല് കമ്പം തോന്നിയാല് ഞങ്ങളൊക്കെ അവളെ ഒതുക്കാറാ പതിവ്. ഇതെല്ലാരും കൂടെ നിന്നെ ഒതുക്കി. ഇങ്ങനെയുള്ള ഏർപ്പാടിന് പോകുമ്പോ ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്കെന്താ കഴിക്കൂ? അല്ല, ആ പന്നി എന്തിനാണ് അതിലിടപെട്ടെ ശ്രീധരൻ? അവനല്ലേ ഇപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ രക്ഷകർത്താവ്. ഓ, എന്നെ കിട്ടുന്നിടത്തിട്ട് പിടിക്കാതിരിക്കല്ലേ. ആ, ഒരു നായ്ക്ക് മറ്റൊരു നായെ കണ്ടുകൂടെന്ന് പറയുന്നത് ശരിയാ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെടട്ടെ. രണ്ടിലും തീർച്ചപ്പെടുത്തിയായിരിക്കണേ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. വെറും ഒരു പെണ്ണിന് വേണ്ടി ഉള്ള തടി കേടാക്കണോടാ. അവള് വെറും പെണ്ണല്ല പറയുന്നേ, അവളൊരേന. എനിക്കുണ്ടെങ്കിൽ പറയുന്നതിനുണ്ട്. രവി പാവ സ്നേഹിച്ച കൊടൽ കൊടുക്കും. കുത്തിയാലുണ്ടല്ലോ. ഞാൻ മാറിത്തരണം. ആണുങ്ങളുടെ കടവിൽ കല്ലില്ല, അതാ ഇവിടെ ഇറങ്ങിയത്. ഞാൻ മാറിത്തരാം. നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ അമ്മാനോടൊരു കാര്യം പറഞ്ഞിരുന്നു. തീരയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയാൻ പഠിക്കണ്ട. എനിക്ക് വിഷമം തോന്നില്ല. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? തുണിയലക്കി തരാൻ കുഞ്ഞാലിക്കോട് പറഞ്ഞൂടെ? ഒരാഴ്ച പണിയില്ലാത്തതുകൊണ്ട് അവൻ വീട്ടിൽ പോയിരിക്കുക. ആ ഷർട്ടും മുണ്ടൊക്കെ അവിടെ ഇട്ടേരെ. ഇടത്തെ കൈ കൊണ്ട് സോപ്പ് പുരട്ടി എടുത്താ വെളുക്കില്ല. പക്ഷേ അത് എന്നും വേണ്ടി വരും. പറ്റുമോ? പെണ്ണുങ്ങളുടെ കടവിൽ നോക്കി നിൽക്കാതെ വേഗം കുളിച്ചിട്ട് പോവാൻ നോക്ക്. നിറമലരിയായി പുതുജീവിതമുണരുന്നു. ഇരുളിലെ കരിയിലകളായി വെറുമോർമകൾ മറയുന്നു. കരളിലെ ഇളമാൻ കിടാവേ, കരളിലെ ഇളമാൻ കിടാവേ, നുകരുവാൻ വരൂ വരൂ വീണ്ടുവൻ മധുരാഗം. കുടിലിനുള്ളിലിരിക്കാം കാവലായി, നെഞ്ചിൽ ചേർത്തു തലോടിയുറക്കാമോ മനെ. ഇനി വീടില്ല ഞാനൊരു നാളിലും. പുലരിയായി നിറമലരിയായി പുതുജീവിതമുണരുന്നു. കരളിലെ ഇളമാൻ കിടാവേ, കരളിലെ ഇളമാൻ കിടാവേ, നുകരുവാൻ വരൂ വരൂ വീണ്ടുമെൻ മധുരാഗം. എന്താ സീത അവിടെ?
പോടാ അവിടുന്ന്. അമ്മാനെ രവി വണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇല്ല. എന്നാ വന്നിട്ടുണ്ട്. കൂടെ ആ കുഞ്ഞുമറിയതുണ്ട്. ഓ അവക്കർ മുതലാളിനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയ കേടി കുഞ്ഞുമറിയതിനെ നിങ്ങൾക്ക് അറിയില്ല. നിന്റെ അമ്മേനെ കൊണ്ട് വിളിക്കടി. സഹായ കമ്മിറ്റികളെയും കാവൽപ്പെട്ടികളൊക്കെ അവിടെ വിളിച്ചോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? തന്റെ പെണ്ണുമ്പിള്ള വിളിക്ക് പറയാം. എന്താ എന്താന്നോ? ഈ മുറിയിൽ എന്റെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, എനിക്കത് വേണം. ഉണ്ടായിരുന്നൊക്കെ നിന്റെ ആ ചെക്കൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല വിലപിടിപ്പുള്ള പലതും ഉണ്ടായിരുന്നു. ദേ നുണ പറയരുത്. ഒരു കട്ടിലും കസേരയും ഇല്ലാതെ പിന്നെ എന്തോന്നാ ഉണ്ടായിരുന്നത്? പലതും ഉണ്ടായിരുന്നു. നിങ്ങളോടാരാ അത് എന്റെ മുറി നിർത്ത് പുറത്തിടാൻ എടാ, പറഞ്ഞത്? നിന്റെ മുറിയോ? അത് നിന്റെ വീട്ടില്. നിന്റെ മുറി ഞാൻ വാടക പറഞ്ഞുറപ്പിച്ച് 1000 രൂപ അഡ്വാൻസ് തന്ന മുറി എന്റെ മുറിയാ. ഞാൻ ഇല്ലാത്തപ്പോ തുറക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങളുടെ മുറി തുറക്കാൻ ഞങ്ങൾക്ക് എന്താ അവകാശം എന്നോ? അതെന്ത് വർത്താനാ? താൻ മിണ്ടരുത്. ഇവളാ എന്റെ കാശ് മേടിച്ചത്. ഫു, നിന്റെ അമ്മയെ പോയി വലിയടാ ഇവളെന്ന്. എന്റെ കാശ് വെച്ചിട്ട് ന്യായം പറഞ്ഞു. ഇയാളെ ഭരിക്കുന്നവർ എന്നെ ഭരിക്കാൻ വന്നതുണ്ടല്ലോ, അടിച്ചാൽ പല്ല് തെറിപ്പിക്കും. എന്നാ ഒന്ന് അടിയടാ, ഒന്ന് കാണട്ടെ. ഈ പോടി അവിടുത്തെ. എന്റെ അമ്മണി നീ ഒന്ന് അടങ്ങുന്നുണ്ടോ? ഞാൻ പോടും അവിടെ കാണും. അടിയടാ ഒന്ന് കാണട്ടെ. അല്ലേ നിലക്കേക്ക് അവന്റെ കാശ് മേടിച്ച് നിന്നേച്ചേടന്ന് പിടയ്ക്കുന്നോ? ദേ നിങ്ങൾ ഇതിൽ ഇടപെടരുത്. എവനോട് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ വിലപിടിപ്പുള്ള ഒരു സാധനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. കാശ് മേടിച്ചിട്ടുണ്ടല്ലോ, അതെനിക്കിപ്പോ കിട്ടണം. കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഉണ്ടാകുമ്പോ അങ്ങ് തന്നേക്കാം. പോയി പള്ളി പറഞ്ഞാൽ മതി. ഉണ്ടാകുമ്പോ ഒലത്താന്ന്. ഒരാഴ്ചക്കുള്ളിൽ എന്റെ കാശ് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ രവി അത് മുതലാക്കും. അത് ഓർത്തോ. സഹായ കമ്മിറ്റിക്കാരും രക്ഷകർത്താക്കന്മാരും ഒക്കെ കേൾക്കാനാ പറയണത്. പോ. അവളാണല്ലേ? അവള് രംഭ, മറ്റുള്ള മേനക. ഇവിടെ കണ്ട കണ്ണും മൂക്കും ചെത്തുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി? വരുമോ പറഞ്ഞേക്കടി. രവി ഒന്നൂന്ന് ഇനിയും വരുമെന്ന് പറഞ്ഞേക്ക്. വാ. ഇപ്പൊ കിട്ടിയില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാണ് അന്ത് ചക്രവർത്തമാനം ചെലവ് ചെയ്ത് നമുക്ക് അപകടമാണ്. ദേ, എനിക്ക് കലികൊണ്ടിരിക്കുന്ന നേരാ. ഇപ്പൊ എനിക്ക് മാത്രമായി കുറ്റം. നിങ്ങൾ നക്കി കുടിച്ചതല്ലേ? ആരെ കാണിക്കാൻ അടി ഇറങ്ങി വന്നിരിക്കുന്നേ? കേറി പോടിയാകത്തോ. ഒറ്റ എണ്ണത്തിന് ഇനി വെളി കണ്ടുപോകരുത്. ഈ ബുദ്ധി നേരത്തെ തോന്നിയെങ്കിൽ കൊള്ളായിരുന്നു. കണ്ട ലോറിക്കാരുടെ മുമ്പിൽ പെൺകുട്ടികളെ മേശ തുടക്കാനും വിളമ്പാനും വിട്ടിട്ട് ഇപ്പോ ശ്രീധരേട്ടനോടുള്ള കോള ഇവിടെ വന്ന് കാണിച്ചിട്ട് പോയത്. അവൻ ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ കത്തിക്കുത്തിലേ അവസാനിക്കുള്ളൂ. അവൻ നാട്ടിൽ പോയിരിക്കുക. കല്യാണത്തിന്റെ വല്ലതും? നാട്ടിൽ അവനൊരു ആശാനും മോളുണ്ട്. സ്വന്തം അച്ഛനും പെങ്ങളും. അവര് വന്നിട്ട് വേണം ദിവസം നിശ്ചയിക്കാൻ. ഉടനെ ഉണ്ടാവുമോ? എന്തിനാ നീട്ടുന്നേ? കല്യാണം കഴിഞ്ഞ് ആശാനും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നാ അവന്റെ പ്ലാൻ. ആശാനോട് ഞാനൊന്നും പറയില്ല, ഒക്കെ നീ പറഞ്ഞോണം. അതൊക്കെ നമ്മളേറ്റ്. ഇനി ഭാരിച്ച കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങൾ കെട്ടുന്ന സമയത്ത് റെഡി ഉണ്ടായാൽ മതി. ഞങ്ങൾ കാരണന്മാർ ആലോചിച്ച് ചെയ്യും. കെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങൾ കാരണവന്മാർ ആലോചിച്ച് ചെയ്യും. ഒരെണ്ണം തന്നാലുണ്ടല്ലേ? അല്ല, നമ്മൾ ആശാന്റെ വീട്ടിന് മുമ്പത്ത് എന്താണ് ഇത്ര ആൾ കുടിക്കുന്നത്? നിനക്ക് ആള് വന്നിട്ടാ പോന്നേ? അല്ല, എന്താ അറിഞ്ഞില്ലേ? രാധ ഇന്നലെ രാത്രി വണ്ടിക്ക് തലവച്ചു. രാവിലെയാണ് അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ആശാൻ അകത്തുണ്ട്. ആശാനെ അറിയിച്ചു. അറിയിക്കാണ്ട് എന്നെത്തുന്ന കാര്യം അറിഞ്ഞിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞു പോലുമില്ല. വന്നു. നിങ്ങൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? ആശാൻ ആരാ സമാധാനിപ്പിക്കുക? എന്റെ ശബ്ദം കേട്ടു, അപ്പൊ അറിഞ്ഞൂലല്ലേ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു. അമ്മേ ശരണം. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ എങ്ങനെയാ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളില്ലാണ്ട് വിഷമിക്കായിരുന്നു ഞാൻ. രാമ,
പന്തലുണ്ട് നമുക്ക്. മഴ എപ്പോഴാ പൊഴിയാന്ന് പറയാൻ പറ്റില്ല. അവള് വരുമ്പോ മഴ കൊള്ളരുതല്ലോ. ആശാനെ, ആശാൻ വാ. ആശാൻ അകത്ത് പോയി കിടക്ക്. ഞാൻ പോയി കിടന്നാൽ എങ്ങനെയാ? ആളോട് വരുമ്പോ മര്യാദ വർത്താനം പറയാൻ ഒരാള് വേണ്ടേ? ഉടനെ എല്ലാം കഴിച്ചു തരും അവര്. ആശുപത്രിയിലേക്ക് പഞ്ചായത്ത് മെമ്പർ പോയിട്ടുണ്ട്. അവരുടനെ കഴിച്ചു തരും. എവിടെ ഡോക്ടർമാരല്ലേ, അവർക്ക് എന്ത് കിട്ടിയാലും കീറണം. അവളെ 10-12 കഷ്ടായിട്ടാ കൊണ്ടുപോയിരിക്കണേ. കീറാനൊന്നും ഇല്ല, എന്നാലും കീറണം. ആശാൻ ഇങ്ങനെ സംസാരിക്കാതിരിക്കാമോ? എനിക്കൊരു വീട് വേണം. രവിക്ക് ആള് കൊണ്ടറാ. എന്തിന്? അവനല്ലേ ഇത് കാണേണ്ടത്. അവൻ ഈ കാഴ്ച കാണണം. നമ്മളൊന്നുമല്ല, അവനാണ് കാണേണ്ടത്. ആ തെണ്ടി അവള് നമ്മളിന്ന് പലതും മറച്ചു വെച്ചടാ. എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കടുകൈ ചെയ്യേണ്ടി വരില്ല. താന്തയില്ലാത്ത കുട്ടിയെ വളർത്താനും ഞാൻ തയ്യാറായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആശാനെ. മനസ്സിലാക്കി തരാം, വാ. മനസ്സിലാക്ക. പ്രിയപ്പെട്ട അച്ഛ, പാപിയായ ഈ മോളോട് പൊറുക്കണം. അച്ഛൻ വേഗം മരിക്കണമെന്ന് പ്രാർത്ഥിച്ച മോളാണ് ഞാൻ. എന്റെ പ്രാർത്ഥന നടന്നിരുന്നെങ്കിൽ അച്ഛൻ ഇത്ര ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പോൾ അച്ഛന്റെ എല്ലാ മാനാഭിമാനങ്ങളും തകർത്തുകൊണ്ടാണ് ഈ മകൾ പോകുന്നത്. സ്നേഹിച്ച പുരുഷന് മനസ്സും ശരീരവും കൊടുത്ത വിഡ്ഢിയാണ് ഞാൻ. അയാൾ എത്ര നിഷേധിച്ചാലും ഒടുവിൽ എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ ആശിച്ചിരുന്നു. കാരണം അയാളുടെ കുഞ്ഞ് എന്നിൽ വളരുന്ന വിവരം അയാൾക്കറിയാം. ഇത്ര നാൾ ആരെയും അറിയിക്കാതെ കഴിഞ്ഞു. ഇനി അതിന് കഴിയില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിന്റെ മുത്തച്ഛനാകാൻ ഞാൻ അനുവദിക്കില്ല. എന്നോട് പുറത്തു മാപ്പ് തരണം. രാധ. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. ഓടരുത്. ഓടിയ 10 അടി നീ വെക്കില്ല. അതിനു മുമ്പ് നിന്നെ പിടിച്ചിരിക്കും. ഓർമ്മയുണ്ടോ ഇത്? അലറി വിളിച്ചാ പോലും ഒരു കുഞ്ഞും കേക്കില്ല. അവൻ നിന്നെ കെട്ടാൻ പോകുന്നൊരു വാർത്ത കേട്ടു. ശരിയാണോ? അതെ. നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ എന്നെ വിടണം. വിടാ. ധൃതി പിടിക്കരുത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചൊന്നും അറിയണ്ടേ? അവൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം. എല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നാരാണെന്നറിയോ? അതും അറിയാം. എന്നോടെല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വമല്ലല്ലോ, അപകടമല്ലേ? അത് ആർക്കും പറ്റും. പക്ഷേ പെടഞ്ഞു മരിക്കാൻ പോണവന്റെ പണം മോഷ്ടിക്കില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ എല്ലാം വിളമ്പി. നിൽക്ക്, ധൃതി പിടിക്കല്ലേ. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവല്ലേ, നല്ല കാര്യം. പക്ഷെ എനിക്ക് നിരാശപ്പെടാൻ പറ്റില്ലല്ലോ. വഴിന്ന് മാറുന്നുണ്ടോ? ഞാലേ, ഓ, നീ മുറിയിലോട്ട് നടന്നു.
ഞാനിവിടെ കയറി വിവരം പറഞ്ഞിട്ട് വരാം. പോയി ശ്രീധര, എല്ലാം തകർന്നു പോയി. എന്താ മാനെ? എന്റെ സീതയുടെ ജീവിതം നശിച്ചു പോയി. അതെന്തി അവളുള്ള മാനം കെടുത്തിയടാ. ആര്? തെളിച്ചു പറ. രവി. സീതേ, എനിക്ക് കാണണ്ട, എനിക്കാരും കാണണ്ട. എന്തൊക്കെയായാലും നിന്നെ കാണാതിരിക്കാൻ, നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല സീതേ. വേണ്ട, ഞാൻ ചീത്തയായി പോയി. ഇനി ഞാൻ വരില്ല ശ്രീധരേട്ട. നീ ചീത്തയായിട്ടില്ല. ഞാൻ വിളിച്ചാൽ നീ വരും. വരണം. ഈശ്വരാ. എന്നാലും നീ ആള് ഭയങ്കരനാ. എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഒറ്റയ്ക്ക് ഒപ്പിച്ചു കളഞ്ഞല്ലോ. അവൻ കെട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് സാധിച്ചില്ലെങ്കിൽ പിന്നെ നടക്കില്ല. ഇനി അവൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ. കെട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പരാതിയില്ല. ഉണ്ടോ? ഒരു പെഗൊഴിച്ചു കൊടുക്കടാ. അവൻ കല്യാണം വിളിക്കാൻ വന്നതാ. അല്ലടാ, ഇവന്റെ അടിയന്തരം വിളിക്കാൻ വന്നതാ. വേഗം വാ, വേഗം. എന്നെ കൊന്നേക്കും ശ്രീരേട്ടാ, എനിക്കിനി ജീവിക്കണ്ട. നീ ജീവിക്കണം. കാല് മുറിച്ച തവളെ പോലെ നീ കിടന്ന് എഴയണം. അത് കാണാൻ കാത്തിരിക്കുന്ന കുറെ പേരുണ്ടടാ.
വിളിക്ക് വിളിക്ക് ഉറക്ക വിളിക്ക്. അത് കേട്ടെന്റെ രാധ ആത്മാവ് ചിരിക്കട്ടെ. ഇനി നിന്നെ എനിക്ക് എന്റെ കല്യാണം വിളിക്കണം. സീതയെ ഞാൻ കെട്ടൂടാ, എല്ലാം അറിഞ്ഞോണ്ട് തന്നെ. അവള് ചീത്തയല്ല, നിനക്കവളുടെ മനസ്സിലൊന്ന് തൊടാൻ പോലും പറ്റില്ല. ആ മനസ്സ് മുഴുവൻ ഇവിടെ ഉണ്ടടാ, ഇവിടെ. ആ, ആ, ആ,